തോറ്റു തുടങ്ങിയവർ ജയിക്കാൻ പഠിച്ചാൽ തടയിടുകയത് അസാധ്യമെന്നത് അക്ഷരാർത്ഥത്തിൽ കണ്ടു തീർത്തു. വാങ്കഡയുടെ നീലത്തളിക നിലാവിൽ പ്രഭ തീർത്തതത്രയും ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കത്തിനാണ്. വീഴ്ചയിലെ വിമർശനങ്ങളുടെ കാലം അവർ കടക്കുകയാണ്. കടലെന്ന പോൽ തിരയാർത്തലച്ച് വീണ്ടും അവർക്കായി എത്തുന്നവരെ ഇനിയും നിരാശയുടെ തടവറയിൽ ബന്ധിച്ചുകൂടാ. നിരായുധരല്ലെന്ന് നിറഞ്ഞ ഗ്യാലറിക്ക് മുന്നിൽ മുംബൈ ഇന്ത്യൻസിന്റെ മറുപടിയാണ്. ഉദയസൂര്യന്റെ സംഹാര താണ്ഡവം പലതും കണ്ടതെങ്കിൽ കരുത്തുറ്റതാ ബാറ്റിംഗ് നിരയെ എത്ര മനോഹരമായാണ് അവർ പിടിച്ചുകെട്ടിയത്. കമിൻസിന്റെ ചിന്തകൾക്ക് മുകളിൽ എറിഞ്ഞിട്ടതത്രയും ക്രിക്കറ്റ് പോരാട്ടങ്ങളുടെ സമാനതകൾക്കപ്പുറമാണ്. റൺമഴ പെയ്യിച്ച് എതിർക്കോട്ടയെ നിഷ്പ്രഭമാക്കുന്ന സൺറൈസേഴ്സ് പടയെ പിടിച്ചുകെട്ടിയ ദൈവത്തിന്റെ പോരാളികളുടെ നീലപ്പടയുടെ നിലയ്ക്കാത്ത പോരാട്ടത്തിന്റെ കഥയാണിത്. ഹെഡ് അഭിഷേക് കൂട്ടുകെട്ടിന്റെ മുനയൊടിച്ചവർ റണ്ണൊഴുക്കിന് തടയിട്ടു. മുംബൈ ബൌളർമാർക്കു മുന്നിൽ കൂറ്റനടിക്കാർ പകച്ചു നിന്നു. പവർ പ്ലേയിൽ ഒരു സിക്സർ ഇല്ലാത്ത ഹൈദരാബാദ് ചിന്തകളിൽ ഉണ്ടായിരുന്നതേയില്ല. ബുംറയും ബോൾട്ടും ജാക്സും അടങ്ങുന്ന നീലപ്പടയുടെ എറിഞ്ഞൊതുക്കിയവർക്ക് കയ്യടികളാണ്. അഭിഷേകിന്റെ 40ഉം ഹെഡിന്റെ 28ഉം ക്ലാസന്റെ 37 ഒഴിച്ചാൽ ബാറ്റിംഗ് നിരയപ്പാടെ നിലയുറപ്പിക്കാതെ നിരായുധരായി. ബുംറയുടെ പന്തുകൾക്ക് മുന്നിൽ T20യുടെ റൺമലയുടെ അധിപർക്ക് ആധിപത്യത്തിന്റെ അംശമുണ്ടായതേയില്ല. ഒടുവിലെ ആ ഓവറിൽ ഹാർദിക്കിനെ അനിഖെ തകർത്തടിച്ചു നേടിയത് ചേർത്തുവെച്ചാണ് 162. മറുപടിക്ക് ബാറ്റെടുത്തപ്പോൾ ഇളകിയാർത്ത നീലക്കടലിന് മുന്നിൽ ലക്ഷ്യസ്ഥാനം അവർക്ക് അനായാസ ലാഘവത്തിന്റെ സാക്ഷ്യമാണ്. എഴുതിത്തള്ളിയവർക്ക് ഹാർദിക്കിന്റെയും സംഘത്തിന്റെയും മറുപടിയാണിത്. രോഹിത്തിന്റെ 26, റിക്വൽറ്റന്റെ 31, ജാക്സിന്റെ 36, സൂര്യന്റെ 26. അങ്ങനെ മുംബൈക്ക് പ്രതീക്ഷയായവർ തിരിച്ചുവരവിന്റെ നാളുകളെ വരവേറ്റു. തിലകിന്റെ ബൗണ്ടറി തൊട്ട കലാശക്കൊട്ടിൽ വിക്കറ്റ് 4ന്റെ മിന്നും ജയം. ക്രിക്കറ്റെന്നും അങ്ങനെയാണ്. തോൽവിയിൽ തളരാത്തവർ തിരിച്ചുവരുന്ന വഴികളിൽ അപ്രതീക്ഷിത നിമിഷങ്ങൾ കണ്ടു തീർക്കാം. പണ്ടെപ്പോഴോ വന്നു ചേർന്ന ദൈവത്തിന്റെ പോരാളികളെന്ന വിശേഷണം അവർ അനിർവചനീയതയിൽ സുശക്തമാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.